ഇപ്പോൾ കോഴിയും കൊണ്ട് ഒരു പ്രകടനം നടത്തി. കൊള്ളാം, നല്ല തമാശയാണത്. പക്ഷെ കോഴി ഫാം നടത്തുന്ന ആളുണ്ട്, അങ്ങോട്ടല്ലേ പ്രകടനം നടത്തേണ്ടത്? CPM നേതാക്കൾ കോഴി ഫാം നടത്തുവാണ്, അങ്ങോട്ടാണ് ശരിക്കും പ്രകടനം നടത്തേണ്ടത്. ഇതൊരു കോഴി ആയിട്ടല്ല പോയത്, കോഴി ഫാമുണ്ട് അവിടെ. ഇതൊക്കെ ഇപ്പോൾ BJPക്കാർ സാധിക്കും. BJPയുടെ ഒരു മുൻ മുഖ്യമന്ത്രി പോക്സോ കേസിൽ പ്രതിയായിട്ടും ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഇരിക്കുന്നുണ്ട് BJPയുടെ. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഉന്നതാധികാര സമിതി, BJPയുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഉന്നതാധികാര സമിതിയിൽ ഒരു മുഖ്യമന്ത്രി ഇരിക്കുകയാണ്, പോക്സോ കേസിൽ പ്രതിയാണ്. എന്നിട്ട് ഇവിടെ വന്ന് സമരം ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കുക, ക്ലാസ് എടുക്കാൻ വേണ്ടി വരിക BJP നേതാക്കന്മാർ. ശരിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ ഒരാളുടെ പേര് പറയില്ല. എത്ര പേരുണ്ട് ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ, അവരെത്ര പേര് രാജിവെച്ചു? ഞങ്ങളതൊന്നും നോക്കിയിട്ടല്ല തീരുമാനം. ഞങ്ങളുടെ തീരുമാനം CPM എന്ത് ചെയ്തു, BJP എന്ത് ചെയ്തു എന്നല്ല തീരുമാനം. കോൺഗ്രസിനൊരു തീരുമാനമുണ്ട്. കോൺഗ്രസിനൊരു തീരുമാനം, ഇത്തരം കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലാത്ത തീരുമാനം. ഞാൻ എല്ലാവരോടും പറയുന്നു, ആരോപണം ഉന്നയിക്കുന്ന സ്ത്രീകൾക്കെതിരായി, ഒരു സ്ത്രീക്കുമെതിരായിട്ട് ഒരു സമൂഹ മാധ്യമത്തിലൂടെ ഒരു പ്രചരണം ആരും നടത്തരുത്, ഒരു UDF പ്രവർത്തകരും നടത്തരുത്. നടത്തി ഞങ്ങൾ അറിഞ്ഞാൽ, കോൺഗ്രസ് പ്രവർത്തകരാണെങ്കിൽ ഞങ്ങൾ അവർക്കെതിരെ നടപടിയെടുക്കും.